കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇല്ലായിരുന്നല്ലോ, മുങ്ങിയല്ലോ. അങ്ങനെ മുങ്ങിയതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനമോ എന്തോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ നിയമസഭാ ഹാളിന്റെ ഉള്ളിൽ വന്ന് ഈ കേരളത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സമയത്താണ് അദ്ദേഹം പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ പോകാനുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള പാർട്ടി സമ്മേളനത്തിലോ മറ്റു കാര്യങ്ങളോ ചർച്ചയിലോ പങ്കെടുക്കാനൊന്നും പോയില്ല. മാത്യു കുഴൽനാടനാണ് ഇവിടെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ കുഴൽനാടനെ പേടിച്ച് മുങ്ങിയതാണ് എന്ന് ഭരണകക്ഷിയിലുള്ളവർക്ക് വരെ അറിയാം. കാരണം മുമ്പ് ഈ മാസപ്പടി വിവാദം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1,70,00,000 രൂപ കൈക്കൂലി വാങ്ങിയ, കോഴ വാങ്ങിയ കേസിൽ മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചൊരു ഉത്തരവ് വന്നിരുന്നു നേരത്തെ. ആ ഉത്തരവ് പക്ഷേ ആരും പറഞ്ഞതുമില്ല, ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തില്ല, പത്രങ്ങൾ ആരും കണ്ട ഭാവം എടുത്തില്ല. കാരണം പിണറായി വിജയൻ എന്ന ആ ഒരു മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ എല്ലാവർക്കും പേടിയായിരുന്നു. അതിന് കാരണം ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പോലീസ് നടപടി വരും. മറ്റ് അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അവരെ മുച്ചൂട് നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുമായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ കാര്യം. സാബു ജേക്കബിന്റെ സ്ഥാപനം ഏതൊക്കെ വിധത്തിൽ അത് പൂട്ടാമെന്ന് സർക്കാർ നിരന്തരം പരിശ്രമിച്ചിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. അത്തരത്തിലുള്ള ധാരാളം സന്ദർഭങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നത് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിസ്ഥാനത്ത് എന്നതുകൊണ്ട് അത് പുറത്തു പറയാൻ, ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി ആരും ശ്രമിച്ചില്ല. ഭയം കൊണ്ട് ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. ആ സമയത്താണ് മാത്യു കുഴൽനാടൻ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നത് കണ്ടു നമ്മൾ. മുഖ്യമന്ത്രി കരുതിയത് തന്റെയും മകളുടെയും അല്ലെങ്കിൽ തന്റെ സമ്പാദ്യം സംബന്ധിച്ച്, അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സഭയിൽ പറയാൻ മറ്റുള്ളവർക്ക് ധൈര്യം ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ ആ തോന്നലിനെ മറികടന്നുകൊണ്ടാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയം അവതരിപ്പിച്ചത്. പിന്നെ അവിടെ ഒരു വിളയാട്ടമായിരുന്നു, പൊട്ടിത്തെറിയായിരുന്നു. സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ. നിങ്ങളിത് എന്നെ ഞെട്ടിക്കാന്ന് കരുതിയോ, ഞാനിങ്ങ് പേടിച്ച് വിറയ്ക്കുമെന്ന് കരുതിയോ, എന്തിനാണ് വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയുന്നത്, ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിരട്ടുകയാണോ ഞെട്ടിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്രോശമാണ് പിന്നെ മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. ആ രീതിയിലുള്ള കോപാകുലനായ ഒരു മുഖ്യമന്ത്രി അതിനു മുമ്പ് നമ്മൾ നിയമസഭയിൽ കണ്ടിട്ടില്ല. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം മറ്റുള്ളവർ അറിയുമെന്ന് കരുതിയിട്ട് അതിന്റെ പിന്നാലെ പല കാര്യങ്ങളും ആരോപിച്ചുകൊണ്ട് വരും. അത് മാത്യു കുഴൽനാടന്റെ മുകളിൽ വന്നു. അദ്ദേഹത്തിന്റെ തറവാട് അളക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല, നമ്മൾ കണ്ടതാണ്. തറവാട് അളക്കാൻ പോയത് ആ അളവുകോല് കുത്തിയ സ്ഥലം വരെ മാത്യു കുഴൽനാടൻ വീഡിയോ എടുത്ത് ലോകത്തെ കാണിച്ചോടുകൂടി അത് പൊളിഞ്ഞുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ആർക്കും സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരുന്ന സമയത്ത് നിയമസഭയുടെ ചെയറിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാത്യു കുഴൽനാടൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, മുഖത്തടിച്ചതുപോലെ. ഈ 1,72,00,000 രൂപ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അഴിമതി പണം എന്നാണ്. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. ഒന്നുകിൽ, ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അലമാരയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിൽ കിടക്കാണ് സാർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അതായത് ഈ 1,72,00,000 രൂപ ഇല്ലീഗലായി കൈപ്പറ്റി ഇന്ന് CPM എന്ന പാർട്ടി അതിന് പരിചയ തീർക്കുകയാണ്. ഞാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഒരു പാർട്ടിക്കകത്ത് ഇതിനെക്കുറിച്ചൊരു വാചകം പറയാൻ ഒരു നേതാവില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സാർ. യഥാർത്ഥത്തില് CPM എന്ന പാർട്ടി ഇന്ന് കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ വലിയ അഴിമതിക്കും തീവെട്ടിക്കൊള്ളയ്ക്കും കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ അതപ്പതിച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾക്കിത് പറയാൻ മടിയില്ല, ഞങ്ങൾക്കിത് പറയാൻ ഭയമില്ല. ഭയം നിങ്ങൾക്കാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ CPM എന്ന പാർട്ടിക്ക് ഭയമാണെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ. നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള കൊള്ളേണ്ടതുപോലെ കൊള്ളാനെടുത്ത് കൊണ്ടതുകൊണ്ടാണ് പിണറായി വിജയൻ അത്തരത്തിൽ പ്രതികരിച്ചത്. ആ പ്രതികരണം കേട്ട് മിണ്ടാതിരിക്കുമെന്നാണ് കരുതിയെങ്കിൽ മാത്യു കുഴൽനാടൻ ഈ രീതിയിൽ പ്രതികരിച്ചതോടുകൂടി ഉള്ള ഫീസും പോയി ആപ്പീസും പൂട്ടി പിണറായി വീട്ടിലിരിക്കുന്നതാണ് പിന്നെ കണ്ടത്. കാരണം പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കന് താങ്ങാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു ഈ വാഗ്ധോരണികൾ മാത്യു കുഴൽനാടന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് അവിടെ തീർന്നോ? ഇല്ല. വീണ്ടും മാത്യു കുഴൽനാടനെ
പല രീതിയിൽ കുരുക്കാൻ വേണ്ടി പലതും നോക്കി. അവസാനം ചിന്നക്കനാലിലെ അദ്ദേഹത്തിന്റെ റിസോർട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 50 സെന്റ് സ്ഥലം അയാൾ അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞു. അതിന് പല രീതിയിലും പറഞ്ഞു. അതേ നിയമസഭയിൽ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി അളക്കൂ, അളന്നിട്ട് 1 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, വേഗം എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഹർജിയും കൊടുത്തുകൊണ്ട് പോവാണെങ്കിലോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കണമെങ്കിൽ ഒരു ഹരമുള്ളൂ. അത്തരത്തിലുള്ള ഹരത്തിനൊന്നും മാത്യക്കുഴൽനാടന് കിട്ടില്ല. അദ്ദേഹം നിയമപരമായാണ് നീങ്ങുന്നത്. ആ നിയമപരമായി നീങ്ങുമ്പോൾ ആ നിയമവിധേയമല്ലാത്ത എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമെന്ന് കരുതണ്ട. വിശേഷിച്ച് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ സർവ്വവാളും ഓങ്ങിക്കൊണ്ട് മാത്യക്കുഴൽനാടൻ MLA മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഏതെങ്കിലും 1 രൂപയുടെ അഴിമതിയോ 1 രൂപയുടെ ഇടപാടുകളോ 1 ഇഞ്ചിന്റെ ഭൂമി ഇടപാടോ അനധികൃതമായി ഉണ്ടാകുമെന്ന് കരുതുന്നത് തന്നെ മണ്ടത്തരമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റില് മാത്യക്കുഴൽനാടൻ ചർച്ചയിൽ ഒരല്പസമയം പങ്കെടുത്തിരുന്നു. ആ ഒരു വോയിസ് കൂടെ നമുക്ക് കേൾക്കാം. അദ്ദേഹം അന്നേ പറഞ്ഞു, മകളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളാരും വിചാരിച്ചില്ല ഇയാൾ കിടുങ്ങി എന്നുള്ള കാര്യം. നമുക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിടുങ്ങലുണ്ടായെന്ന് നമുക്കാർക്കും തോന്നിയില്ല, അവിടെ ഇരുന്ന് ആർക്കും തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിന് മാത്രമാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു ഞാനങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോന്ന് അഡ്വാൻസ് ഇങ്ങോട്ട് പറയാണ്. ആക്ച്വലി അദ്ദേഹം അന്നേ കിടുങ്ങിപ്പോയിരുന്നു. പിന്നീട് രണ്ടാമത്തെ ഒരു എപ്പിസോഡിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടലുണ്ടായപ്പോഴാണ് എനിക്കത് അദ്ദേഹത്തോട് പറയാനുള്ളൊരു അവസരം വന്നത്. ഞങ്ങളാരും വിചാരിച്ചില്ല, പക്ഷേ അങ്ങ് അന്നേ കിടുങ്ങിയത്. കാരണം മകളുടെ ചെയ്തികളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പിതാവിനാണ്. അതുകൊണ്ട് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നതും അല്ലെങ്കിൽ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നതും മാത്രമല്ല, മാസപ്പടി എന്ന വിഷയം പിണറായി വിജയനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെയും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തെയും അദ്ദേഹം ഭയപ്പെടുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിയമസഭയിൽ വരാത്തത്. മാത്യക്കുഴൽനാടനുള്ള ഒരു വേദിയിൽ വായ തുറന്ന് സംസാരിക്കാൻ പിണറായി വിജയൻ ഇനി സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, മുമ്പ് മാത്യക്കുഴൽനാടൻ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു സന്ദർഭമല്ല ഇപ്പോൾ. രാജ്യത്തെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു അന്വേഷണ ഏജൻസി SFIയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കേസ്. അതിന്റെ ഒരറ്റത്ത് PV എന്ന പിണറായി വിജയനും കൂടെ കിടപ്പുണ്ട്. മാത്രമല്ല, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾക്ക് AKG സെന്ററുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ AKG സെന്ററും PV എന്ന പിണറായി വിജയനും അതേപോലെ വീണ വിജയനും എല്ലാം കൂടി ചേരുമ്പോൾ SFIO പൊളിച്ചൊരു അലക്കലക്കും. ഇത് പിണറായി വിജയനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ, നന്നായി പറയാൻ കഴിയുന്ന ആൾ എന്ന നിലയിൽ മാത്യക്കുഴൽനാടൻ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതിരോധത്തിനും അദ്ദേഹത്തെ കൂട്ടിലടയ്ക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇന്നത്തെ അവസ്ഥയിൽ പിണറായി വിജയൻ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിയമസഭയിൽ നിന്നും പാർട്ടി സമ്മേളനമാണ്, പാർട്ടി മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് വിട്ടുനിന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അവിടെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പാർട്ടി സമ്മേളനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയം വരുമെന്ന് മനസ്സിലായിക്കൊണ്ട് സ്പീക്കറോട് പറഞ്ഞു, പൊന്നു മോനെ ചർച്ചയാക്കല്ലേ, അത് അനുവദിച്ചു കളയല്ലേ എന്ന് കൈവെള്ളയിൽ എഴുതി കൊടുത്ത് മൂപ്പരവിടെ നിന്ന് സ്ഥലം വിട്ടു. ഏതായാലും സ്പീക്കർ അത് അക്ഷരം പ്രതി പാലിച്ചു. അടിയന്തര പ്രമേയത്തിന് കുറെ റൂളും പറഞ്ഞു, ചട്ടവും പറഞ്ഞിട്ട് അത് അനുവദിച്ചില്ല. ഏതായാലും അത് അവിടെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു കണ്ടത് അന്വേഷിക്കാതിരിക്കില്ല. SFIO അത് കൃത്യമായി അന്വേഷിക്കും. അധികം വൈകാതെ മകള് അറസ്റ്റിലാവും. അറസ്റ്റിലാവുന്നതിന്റെ കൂട്ടത്തിൽ തൊട്ടു പിന്നാലെ പിണറായി വിജയനും അറസ്റ്റിലാവും. ഇത് അവർക്ക് അറിയാം, നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അടുത്ത 2.5 വർഷം കൂടി നീട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ 2 വർഷം കൂടി നീട്ടാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മറ്റു പല വിവാദങ്ങളും മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്ന് മറ്റു പലതും കൊണ്ടുവന്ന് മറയ്ക്കാനുമൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ പരാജയപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.